ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ബെത്ലഹേം കുടുംബ യൂണിറ്റ് 6-ാം ദിവസത്തിൽ 100 കോടി എത്തിയിരിക്കുകയാണ്. 5 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സിനിമ 95 കോടിയോളം നേടിയിട്ടുള്ളതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം, ഓണാശംസകൾ നേരുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നമുക്ക് തുടങ്ങാം. നിവിൻ പോളി നായകനായി എത്തിയ ഈ ഒരു ചിത്രം ഇന്ന് 6-ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. 5 ദിനത്തെ കളക്ഷൻ കൊടൂരമായിട്ടുള്ള ഒരു കളക്ഷനായി തന്നെ വരുന്നു. ഉത്രാടം ദിനത്തിൽ സിനിമയ്ക്ക് 8 കോടിയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത്. 8 കോടി 10 ലക്ഷം രൂപയ്ക്ക് മുകളിലെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ. ട്രാക്കിംഗ് മുഖാന്തരം സിനിമയ്ക്ക് 4,37,000-ഓളം ടിക്കറ്റുകളാണ് ഇന്നലെ മാത്രമായി വിറ്റുപോയത്. ഇന്ന് പ്രീസെയിലും റെക്കോർഡ് തന്നെയാണ്. ഇതിനോടകം തന്നെ 5 കോടിക്ക് മുകളിലാണ് സിനിമയുടെ പ്രീസെയിൽ. ആ പ്രീസെയിൽ കളക്ഷൻ വെച്ച് മാത്രം സിനിമ 100 കോടി എത്തുന്ന ഒരു കാഴ്ചയാണ്. കേരള ബോക്സ് ഓഫീസിൽ സിനിമ 38 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഇന്ന് ഈവനിങ് ആകുമ്പോഴത്തേക്ക് സിനിമ 40 തൊട്ട് 44 കോടിക്ക് ഇടയിലേക്ക് വരുമെന്നുള്ളതാണ് ഉറപ്പാക്കപ്പെടുന്നത്. വേൾഡ് വൈഡായിട്ട് 100 കോടിയും കടന്ന് സിനിമ ഇന്നത്തോടെ 115, 116 കോടിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എല്ലാ ദിവസങ്ങളിലും സിനിമയ്ക്ക് ഗംഭീരമായിട്ട് കളക്ഷനാണ്. ആവറേജ് 15 കോടിക്ക് മുകളിലേക്ക് പോകുന്നു. കേരള ബോക്സ് ഓഫീസിൽ കഴിഞ്ഞ 3 ദിനങ്ങളും 7 കോടിക്ക് മുകളിൽ, ഇന്നലെ 8 കോടിക്ക് മുകളിൽ, ഇന്ന് 8 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയാണ്. ഏർലി മോർണിംഗ് 6 മണിയോടെ ഇന്ന് ഷോകൾ സ്റ്റാർട്ട് ചെയ്തു. ഒത്തിരി ഷോകളാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഇന്നലെ 2088ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെടുകയായിരുന്നു. ഇന്ന് അതിൻ്റെ മുകളിലേക്കുള്ള ഷോകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും ഒരു പുതിയ രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇതുവരെ ഉള്ളതിൽ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് 100 CRലേക്ക് എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് പോകുന്നത്. വെറുതെ കളക്ഷൻ മാത്രമല്ല, ജനങ്ങളുടെ ഹൃദയത്തിലും ഈ സിനിമയ്ക്ക് അത്രത്തോളം ആരാധനയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് വാച്ച് ചെയ്യുകയും കണ്ടവർ വീണ്ടും കാണുകയും പലർക്കും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയുമാണ്. ഇതിനകത്തിൽ നിരാശാജനകമായ ഒരു കാര്യം, എറണാകുളം കവിത 1000 പേർക്ക് അല്ലെങ്കിൽ 1000-ന് മുകളിലുള്ള കപ്പാസിറ്റിയുള്ള തിയേറ്ററിൽ ഈ ഒരു സിനിമ ഇല്ല എന്നുള്ളതാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം, അവിടെ ഒഴിഞ്ഞ പറമ്പ് തന്നെയാണ് കാണാനുള്ളത്. കാരണം അവിടെ അധികം ഈ പറഞ്ഞ പോലെ സിനിമകൾക്ക് മോർണിംഗ് ഈവനിങ്ങിലൊന്നും തന്നെ അധികം തിരക്ക് കാണുന്നില്ല. ഇന്ന് മുതൽ ടോക്സിക്ക് 2 ഷോകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും അങ്ങനെ വലിയ തിയേറ്ററുകളിൽ എന്തുകൊണ്ട് ഇത് എടുക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും എറണാകുളം ഭാഗത്തൊക്കെ വേറെ എങ്ങും തന്നെ ടിക്കറ്റ് കിട്ടാനില്ല. എറണാകുളം മാത്രമല്ല, കേരളത്തിൽ എവിടെ നോക്കിയാലും കേരളത്തിന് പുറത്തും സമാനമായ രീതിയിൽ തന്നെയാണ്. എന്തായാലും ഇന്ന് ഫൈനലായി എത്ര ആയിരിക്കും കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് നിങ്ങൾക്ക് ഒന്ന് കമൻസിലൂടെ പറയാം. വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടിയും ഒരു ഹാപ്പി ഓണം.